Lab 7 set up a wireless LAN with more than 2 systems. Members Shaham Shamil Zayed Midlat. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമുള്ള ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടറും ഒന്നോ അതിലധികമോ ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടറുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ പോയിട്ട് സെർച്ചിൽ പോയിട്ട് നമ്മൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് എന്ന് സെർച്ച് ചെയ്യുക. മൊബൈൽ ഹോട്ട്സ്പോട്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന ഓപ്ഷൻ എടുക്കുക നമ്മൾ. അപ്പോൾ അത് ഓപ്പണായി വരുമ്പോൾ ഫസ്റ്റ് തന്നെ എറർ മെസ്സേജ് കാണുന്നുണ്ട്. അത് ഇന്റർനെറ്റ് കണക്ഷൻ വേണം എന്നാണ് പറയുന്നത് മൊബൈൽ ഹോട്ട്സ്പോട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓണാക്കാൻ നോക്കിയാൽ പറ്റൂല, കാരണം ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണം. നമ്മൾ അതിനായിട്ട് നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഒരു വൈഫൈ കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഞങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മൊബൈലിന്റെ ഒരു ഹോട്ട്സ്പോട്ട് വൈഫൈയിലാണ് ഇപ്പൊ ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു നെറ്റ്വർക്ക് കണക്ഷൻ എങ്ങനെയും വേണം. അപ്പൊ നമ്മൾ അതൊക്കെ ഓണാക്കിയതിന് ശേഷം ഇപ്പോൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് പോയാൽ നമുക്ക് എനേബിൾ ആയ ഒരു ഓപ്ഷൻ ഇപ്പോൾ തെളിഞ്ഞ് കാണാൻ പറ്റും. അത് നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പോൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓൺ ആയിട്ടുണ്ട്. മൊബൈൽ ഹോട്ട്സ്പോട്ടിന്റെ നമ്മൾ സാധാരണ വൈഫൈ പോലെ തന്നെ ഒരു യൂസർ നെയിം പാസ്വേഡും വരും. ആ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലയന്റ് കമ്പ്യൂട്ടറിൽ ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാകുന്നത്. നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ കാണാം പുതിയൊരു മൊബൈൽ ഹോട്ട്സ്പോട്ട് എന്ന്. നമ്മൾ ക്ലയന്റ് കമ്പ്യൂട്ടറിൽ പോവാണ്. ക്ലയന്റ് കമ്പ്യൂട്ടറിന് വേറൊരു പി സി തന്നെയാണ്. അതിൽ നമ്മൾ വൈഫൈ എടുക്കുക, വൈഫൈ അത് ഓൺ ആക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് അതിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ അതിൽ നമ്മളെ ഹോസ്റ്റ് കമ്പ്യൂട്ടറിന്റെ പേര് നോക്കാം. നമ്മുടെ ഹോസ്റ്റ് കമ്പ്യൂട്ടറിന്റെ പേര് ഷാമിൽ എന്നാണ്. അപ്പോൾ നമ്മുടെ വൈഫൈയിൽ ഹോസ്റ്റ് കമ്പ്യൂട്ടറിന്റെ പേര് കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണക്ട് കൊടുക്കുക. കണക്ട് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് തന്നെ അവിടെ ടൈപ്പ് ചെയ്യുക. നേരത്തെ കാണാൻ പറ്റും മൊബൈൽ ഹോട്ട്സ്പോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യൂസർ നെയിം പാസ്വേഡ്. അപ്പോൾ അതിൽ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്തു, നെക്സ്റ്റ് അടിച്ചു. നമ്മൾ ക്ലയന്റ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും ഏതൊക്കെ ക്ലയന്റ് ആണ് കണക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതാണ് ഒരു കമ്പ്യൂട്ടർ, അതിന്റെ പേരും IP അഡ്രസ്സും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത പോലെ വേറെ ക്ലയന്റ് കമ്പ്യൂട്ടറിൽ നമ്മൾ ഈ ഹോസ്റ്റ് കമ്പ്യൂട്ടറിലോട് കണക്ട് ചെയ്തു. ഇത് നമ്മുടെ ക്ലയന്റ് കമ്പ്യൂട്ടർ ഒന്നാണ്. അപ്പോൾ രണ്ടെണ്ണം ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോൾ രണ്ടെണ്ണം കണക്ട് ചെയ്തപ്പോൾ ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ നമ്മൾ 2 കമ്പ്യൂട്ടർ കണക്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് ഒരു വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.